തീരുമാനിച്ചിട്ടില്ല. മോളുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണ് ഉള്ളതെന്ന് അറിഞ്ഞു. ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അല്ലേ? വിഷമിക്കണ്ട മോളെ. കാനത്തൂരൊരു ശ്രീവിനായക ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. ഒക്കെ ശരിയാവും. നീ ആര്? ജ്യോതിഷിയോ പരിഹാരകർമ്മം നിർദ്ദേശിക്കാൻ? അല്ലമ്മേ, ആ ക്ഷേത്രത്തിൽ പോയല്ലേ മലേഷ്യയിലെ ജയിലിലെ ചാവി കിട്ടോ? വളരെ ശക്തിയുള്ള ക്ഷേത്രം അത്. ശ്രുതിക്ക് നല്ലത് നടക്കാൻ വേണ്ടിട്ടാ അമ്മ അവിടെ പോവാൻ പറഞ്ഞത്. മോളെ, നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വാ. ഉറപ്പായിട്ടും നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങും. നിന്നോട് ആരെങ്കിലും ഉപദേശം ചോദിച്ചോ? അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജയിലിലായതിന്റെ വിഷമത്തിലാ ശ്രുതി. മറക്കാൻ നോക്കുമ്പോ വീണ്ടും അത് പറഞ്ഞു പറഞ്ഞ് അവളെ കുത്തി നോവിക്ക. നിനക്കൊന്നും വേറെ ജോലിയില്ലേ? ഇവിടെ നടക്കുന്നതൊക്കെ നിന്റെ പെണ്ണ് വന്ന് നിന്നോട് പറയുന്നുണ്ടല്ലേ? എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ ഒരു കുടുംബമല്ലേന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. ശ്രുതിയുടെ കുടുംബവും നിന്റെ കുടുംബവും ഒന്നാണോ? ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നാണോ ഇല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ചന്ദ്രേ, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ശ്രുതിയുടെ നല്ലതിനു വേണ്ടിയാ ലക്ഷ്മി പറഞ്ഞത്, അല്ലാതെ അവളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. വന്ന് അവളുടെ മോളെ കണ്ടിട്ട് പോകാൻ പറ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതാ, മറ്റൊന്നും വിചാരിച്ചല്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ലക്ഷ്മി പറഞ്ഞതിലൊരു തെറ്റില്ല.